ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ പ്ലഷർ വണ്ടി ജനറൽ സർവീസായിട്ട് സർവീസിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ നടക്കണേ, നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്, ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പേപ്പർ ടൈപ്പ് ഫിൽറ്റർ വരാം, നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗമായാലും പറയത്തക്ക വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ഫ്രഷാണ്. നമ്മൾ എൻജിൻ വർക്ക് കഴിഞ്ഞിട്ട് ഒരുപാടായിട്ടില്ല നിലവിൽ വണ്ടിക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ബാക്കിലത്തെ പീസ് നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്, ക്ലച്ച് വെയിറ്റ് സെറ്റ് വരുന്ന യൂണിറ്റ്. അപ്പം നിലവിൽ ഇതുമ്പോൾ കിടക്കുന്ന ക്ലച്ച് ഷൂ കമ്പനി ഷൂ അല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റാണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ജെർക്കിങ് വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സർവീസിലും ജനറൽ സർവീസായിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് നമ്മൾ അഴിച്ച് നോക്കിയിട്ട് ഗ്രീസിങ് ആവശ്യമുള്ള വണ്ടിയാണെങ്കിൽ ഗ്രീസ് ചെയ്യണം, ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, റോളർ വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി ക്ലച്ചിൻ്റെ ഭാഗങ്ങളും ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തി അത് നമ്മൾ അയക്കുന്നത്. അപ്പോൾ നിലവിൽ ക്ലച്ച് ഷൂ ഒക്കെ പുതിയതാണ്, പക്ഷേ കമ്പനി ആയിട്ടല്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ആ ക്ലച്ച് ഷൂ ഉപയോഗിക്കുന്നതിൻ്റെ പ്രോബ്ലമാണ്. ഇതിനകത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ തേയ്മാനം കൂടുതൽ നമുക്ക് ക്ലച്ച് ഔട്ടറിൽ കാണാനായിട്ട് പറ്റും. തൽക്കാലം കുഴപ്പമില്ല, നമുക്ക് പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, കമ്പനി ബെൽറ്റ് കിടക്കുന്നത്. ബെൽറ്റ് പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ബെൽറ്റാണ്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, ആ യൂണിറ്റൊക്കെ ആയാലും അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ തേയ്മാനമൊക്കെ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേയ്മാനമൊക്കെ ഉള്ളൂ. ഈ റോളറിന് മാത്രം ചെറിയൊരു തേയ്മാനം കൂടുതൽ കാണുന്നുണ്ട്. പക്ഷേ തൽക്കാലം നമുക്കൊന്നും ചെയ്യണ്ട, അത് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെയുള്ള അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ്. ബെൻഡെക്സിൻ്റെ ആയാലും പെർഫോമൻസും വർക്കിങ്ങൊക്കെ ഓക്കെയാണ്, നല്ല പ്രോബ്ലം ഒന്നുമില്ല. ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ പ്രത്യക്ഷത്തിൽ വേറെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു, വേറെ കംപ്ലയിൻറ്റുകളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് ആയാലും പുതിയ പ്ലഗ്ഗാണ്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലഗിൻ്റെ ഈ പോയിൻ്റ് കാണുമ്പോൾ തന്നെ അറിയാം, കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എഞ്ചിൻ ഹെഡിൽ. അത്യാവശ്യം മൈലേജ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നി വേറെ കംപ്ലയിൻറ്റ്, ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ലൊരു ഷിവറിങ്, ഒരു ജർക്കിങ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലെങ്കിൻ്റെ ബുഷുകൾ ഇതിനകത്ത് ഓൾറെഡി ഔട്ടർ ലൂസായിട്ട് കിടക്കുക. ഇതൊക്കെ ശരിക്കും നല്ല ടൈറ്റിൽ അടിച്ചിറക്കേണ്ടതാണ്. ഇത് വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോയി അതിൻ്റെ ഉള്ളിൽ. കാരണം ഇത് പിച്ചളയുടെയാണ്, ഓൾറെഡി അത് ഈ ലിങ്കുമ്മ ലൂസായി പോയേക്കാണ്. അത്രക്കാലം നമുക്കൊന്ന് പഞ്ച് ചെയ്തിടാൻ പറ്റുന്ന രീതിയിൽ കയറ്റാം. പിന്നെ അതേപോലെ ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം, കാരണം അതിൻ്റെ ബുഷ് നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ ഈ പറഞ്ഞ പോലെ മാക്സിമം അതിൻ്റെ കാലാവധിയിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം ക്യാം തിരിച്ചിട്ടാണ് കൊണ്ട് നമുക്ക് രണ്ടാമതിന് ക്യാം തിരിക്കൽ നടക്കില്ല. പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. നെക്സ്റ്റ് സർവീസിലൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടേക്ക് ശ്രദ്ധിച്ച് മനസ്സിലാവും, വീൽ ബെയറിങ്ങിൻ്റെ ആ റോളർ കംപ്ലയിൻറ്റ് വന്നിട്ട് നല്ല ഷെയ്ക്ക് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ആ ബെയറിങ് കൈയോടെ മാറ്റി കളഞ്ഞ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ കൂടുതലായിട്ടത് കിടക്കും. ബോളിൻ്റെ സ്ലീവൊക്കെ അതിനകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ഹബ്ബ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിയിടണമാണ് നല്ലത് കേട്ടോ. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, നമുക്കതിൻ്റെ കേബിൾ നോക്കുമ്പോൾ കേബിൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. ആ മീറ്ററിൻ്റെ ആ ഭാഗത്തുനിന്ന് ലൂസായേക്കണതാവാനാണ് സാധ്യത. അത് നമുക്ക് നോക്കിയിട്ട് ആ രീതിയിൽ തന്നെ ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. നമുക്ക് ആ ബുഷിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്, ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെ, വീൽ ബെയറിങ്ങും മാറ്റിയിടണം. ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ട പാർട്സുകളായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഏകദേശം ഒരു 6 മണിക്ക് ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും, വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ എന്തായാലും ഇൻഫോം ചെയ്യാം. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.